ശരിക്കും പറഞ്ഞാൽ ഞാൻ സോ എക്സൈറ്റഡ് ആണ്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ഓഫീസ് കൊളീഗ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയല്ല, മുസാൻ്റെ ഡിബയിലാണ് കേട്ടോ. ഒരു 7:30 ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി റീച്ചായി. പക്ഷേ 8 o'clock ആയിട്ടും നമ്മുടെ ബസ് വരുമ്പോൾ, പക്ഷെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഇരുന്നപ്പോൾ നമുക്ക് എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനായി. നമ്മളൊരു 10 പേരുള്ള കാരണം നമ്മളെല്ലാവരും കൂടി പറഞ്ഞു ബാക്കിൽ നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തു. പക്ഷേ എല്ലാവരും ബാക്കിൽ ഇരുന്നപ്പോൾ എല്ലാവർക്കും വിൻഡോ സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒബ്വിയസ്ലി എനിക്ക് എന്തായാലും വിൻഡോ സീറ്റ് വേണം, കാരണം എന്നാലല്ലേ പുറത്ത് പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ ഓൺ ചെയ്ത് പാട്ടിടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രൈവറോട് പോയി ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അയ്യോ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, നിങ്ങൾ സൗണ്ട് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ പാട്ടിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫോണിലെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ എൻജോയ് ചെയ്തു. കൊളീഗ്സ് എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്കത് മിസ് ചെയ്തു, കാരണം എൻ്റെ കോളേജ് ഗ്യാങ്ങിൽ എനിക്കൊരു ട്രിപ്പ് പോയ ഫീലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് വിശക്കൽ തുടങ്ങി. അപ്പോൾ ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് ഇങ്ങനെ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ കേക്ക്, ചിപ്സ്, അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിപ്സ്, കേക്കൊക്കെ തിന്ന് നമ്മുടെ വിശപ്പൊക്കെ കുറച്ചൊക്കെ നീക്കി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോർഡറൊക്കെ എത്താനായി കേട്ടോ. ബോർഡറൊക്കെ എത്താനായി കാരണം അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ഫോണൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു പാസ്പോർട്ടും അതേപോലെ തന്നെ ID ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ നമ്മൾ കാണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10:30 ആയപ്പോൾ നമ്മൾ റീച്ച് ചെയ്തു കേട്ടോ. റീച്ച് ചെയ്തു. 1-2 ക്രൂസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റിലെ ക്രൂസിൽ കയറിയിരുന്ന് ഒന്ന് സെറ്റൊക്കെ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ആ മൗണ്ടൈനും ആ വാട്ടറും ശരിക്കും പറഞ്ഞാൽ ആ ഫ്ലാഗൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കുറച്ച് നേരം ഞാനൊക്കെ ഒന്ന് നോക്കിയിരുന്നു. വേഗം പെട്ടെന്ന് ചാടി എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. ഒന്ന് രണ്ട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് കാര്യങ്ങളായിരുന്നു ഇവിടെ. കാരണം അത് ആ ഒരു റീസൺ കൊണ്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അവിടുത്തെ ബനാന റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ കളിച്ച് സൂപ്പറാക്കി കേട്ടോ. ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും കഴിവൊക്കെ അവരുടെ അടുത്തുണ്ടെന്ന് നമുക്കറിയുന്നത് ഇങ്ങനൊരു ട്രിപ്പൊക്കെ പോകുമ്പോഴല്ല നമ്മൾ തിരിച്ചറിയുന്നത്. മാക്സിമം നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ അത്രയും സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. പിന്നെ നമ്മൾ സ്പീഡ് ബോട്ട്, സ്പീഡ് റൈഡ്, ബനാന റൈഡൊക്കെ നമ്മൾ പോയി. പക്ഷെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ആയ കാരണം നമ്മൾ ഫോണൊന്നും അധികം ആരും യൂസ് ചെയ്തില്ല കേട്ടോ. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് പിന്നെ കയാക്കിങ് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ടയേർഡായി. പിന്നെ എടുത്ത ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യലായി. പിന്നെ ശരിക്കും നമ്മളെല്ലാവരും ഒത്തിരി ടയേർഡായിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ 1.5 hours നമ്മൾ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് ഈ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ എനിക്ക് പറ്റുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 6:30 ആയപ്പോൾ റീച്ച് ആയി കേട്ടോ. നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ട്രിപ്പിലും ഉണ്ടാവില്ലേ ലാസ്റ്റ് ഇങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ